ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പൈ തയ്യാറാക്കാം. പൈ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം, സ്വീറ്റായിട്ടും അതുപോലെ സേവറി ആയിട്ടും. സേവറി എന്ന് പറയുമ്പോൾ ചിക്കൻ, മീറ്റ്, ഫിഷ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പൈ. ഇന്നിപ്പോൾ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ളൊരു പൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്, ചെറി പൈ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെറി പൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പൈ തയ്യാറാക്കാം. ആദ്യം നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ചെറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സീഡ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള സീഡ് മാറ്റാം. എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ചെറി ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു ചെറിക്ക് പുളിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ചെറിയുടെയും സീഡ് നമുക്കൊന്ന് ഡീസീഡ് ചെയ്തെടുക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതുപോലെ 2 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ്, വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷ്ലി സ്ക്വീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു ഫീലിങ്ങിന് ഫ്ലേവറിനായിട്ട് കുറച്ച് ജാതിക്കയുടെ പൊടിയും അതുപോലെ കറുവാപ്പട്ട പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം കൂടി എടുക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഡീസീഡ് ചെയ്തിട്ടുള്ള ചെറി ചേർക്കാം. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ചോ ലെമണോ ചേർക്കാം. ഇതിനോടൊപ്പം ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും അതുപോലെ 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു ചെറി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മൈദ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു തിക്നെസ് കിട്ടുന്നതിനായിട്ടാണ്. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ശരിക്കും നമ്മൾ ജാം ഒക്കെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് പൈക്ക് വേണ്ട ക്രസ്റ്റ് തയ്യാറാക്കാം. ഡബിൾ ക്രസ്റ്റ് പൈ ആണ് തയ്യാറാക്കുന്നത്. അതായത് ഈ ഒരു പൈക്ക് ബേസും ഉണ്ടാവും അതുപോലെ ടോപ്പ് പാർട്ടും ഉണ്ടാവും. അതിനായിട്ട് നമുക്കിതിന് വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാം. ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് 2.5 കപ്പ് ലെവൽ ചെയ്തിട്ടുള്ള മൈദ ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഇതിലൊരു പൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫുഡ് പ്രോസസ്സർ തന്നെ വേണമെന്നില്ല, കൈ ഉപയോഗിച്ചും നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കുഴച്ചെടുത്താലും മതിയാവും. പെട്ടെന്നൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസ്സർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പോടു കൂടിയുള്ള ബട്ടറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുത്തിട്ടുള്ള ബട്ടർ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ കൂടി നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ബട്ടർ ഒത്തിരി മെൽറ്റായി പോകരുത്, നല്ല തണുത്തിട്ടുള്ള ബട്ടർ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ ഈ ഒരു വലിയ ക്യൂബായിട്ടുള്ള ബട്ടർ ചെറിയ പീസസ് ആയിട്ട് ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാണ് നമ്മൾ പൾസ് ചെയ്തെടുക്കുന്നത്. ഒത്തിരി നേരം പൾസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഡോ എടുത്ത് നോക്കുകയാണെങ്കിൽ ബട്ടറിൻ്റെ ചെറിയ ചെറിയ പീസ് എല്ലാ ഭാഗത്തും ഉണ്ടാവണം. ഇതുപോലെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോൾ കിട്ടണം. പൊടിച്ചു കഴിഞ്ഞാൽ അതേപോലെ അങ്ങ് പൊടിഞ്ഞു പോകണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു ഡോയിന് വേണ്ടത്. ഇനി ഇതിലേക്ക് ഐസ് വാട്ടർ ചേർക്കാം. 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇത് ഒരുമിച്ച് ചേർക്കണം എന്നില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്ത് പൾസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തിരുന്നാലും മതിയാവും. അതും ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഐസ് വാട്ടർ ചേർക്കുന്നത് ബട്ടർ മെൽറ്റായി പോവാതിരിക്കാനായിട്ടാണ്. കുറച്ച് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങൊരു സ്മൂത്ത് ഡോ ആയിട്ട് വരാനായിട്ട് പാടില്ല. കറക്റ്റ് ഒരു കുക്കി ഡോയിൻ്റെ ടെക്സ്ചറാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മളിത് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചാക്കുന്നു. ഒത്തിരി നേരം കുഴയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ പൈക്ക് വേണ്ട ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പോർഷനാക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുക്കാനായിട്ട് വെക്കുന്നത് ഈ ഒരു പൈയുടെ ക്രസ്റ്റ് നമുക്ക് സ്റ്റിക്കി ആകാതിരിക്കാനും അതുപോലെ ചേർത്തിരിക്കുന്ന ബട്ടർ മെൽറ്റായി പോകാതിരിക്കാനായിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ തണുക്കാനായിട്ട് വെക്കുന്നത്. ഇനി കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൈയുടെ ഡോ പരത്തിയെടുക്കാം. ശരിക്കും കുക്കിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോയും പരത്തിയെടുക്കാം. ഇതിൻ്റെ തിക്നെസ്സും വലുപ്പവും ഒക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു ടിന്നിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. തിക്നെസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തിക്നെസ്സിലും പരത്തിയെടുക്കാം. പൈ ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു കാസറോളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പൈയുടെ ഡോ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കഴിവതും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇനി ബാക്കിയുള്ള ആ ഒരു ഡോയും കൂടെ പരത്തി ഇതുപോലെ തിക്കായിട്ടുള്ളൊരു സ്ട്രിപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പൈക്ക് വേണ്ട ഫില്ലിങ് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറി പൈയുടെ ഫില്ലിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാസറോൾ ഡിഷിലേക്ക് പകർത്താം. ഇത് കുക്കായി കഴിയുമ്പോൾ ഈ ഒരു ഫില്ലിങ് കുറച്ചുകൂടി ഒന്ന് സെറ്റാവും. ശരിക്കും ഒരു ജാമിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഈ പൈയുടെ എഡ്ജസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്സും അതുപോലെ കുറച്ച് ഹൊറിസോണ്ടൽ സ്ട്രിപ്സും ആയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഒരു സെൻറ്റർ പീസിൽ വരുന്നത് കുറച്ച് ലെങ്തി ആയിട്ടും അതുപോലെ എഡ്ജസിലൊക്കെ വരുന്നത് കുറച്ച് ഷോർട്ടായിട്ടും കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഹൊറിസോണ്ടലായിട്ടും കുറച്ച് വെർട്ടിക്കലായിട്ടും വെക്കുന്നേ ഉള്ളൂ. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഞാനൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ചെറിയ പൈയുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതിരിക്കാനാണ്. ശരിക്കും ഇത് ഓപ്ഷണലാണ്. ഇനി ഒരു ചെറിയ പൈക്ക് നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ ഒരു ഗോൾഡൻ കളർ ഫിനിഷിങ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പേസ്ട്രി ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാം ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 35 മിനിറ്റ് മുതൽ 45 മിനിറ്റിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം. ശരിക്കും ഇത് ബേക്കായോ എന്നറിയാനായിട്ട് ഈ ഒരു ചെറിയുടെ ഫില്ലിങ് നന്നായിട്ട് ബോയിൽ ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതിൻ്റെ ആ ഒരു എഡ്ജസ് ഒക്കെ വരാൻ തുടങ്ങും. അതാണ് കറക്റ്റ് പൈ ബേക്കായെന്നുള്ളത്. ഇനി ഒരു പൈ കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ക്രിസ്പിയും അതുപോലെ ഉള്ളിലൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടെക്സ്ചറിലുള്ള ഒരു പൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും ആ ചേർത്തിരിക്കുന്ന ഫ്ലേവറിലെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറി പൈ ആണ്. വാനില ഐസ്ക്രീമാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.